ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് 10ാം ക്ലാസ്സിന്റെ 11ാമത്തെ പാഠം സ്ഥിതി വിവര കണക്ക് എന്ന ചാപ്റ്ററാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് ഹൃദ്യസ്ഥമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ഈ പാഠഭാഗത്ത് ഉണ്ടാകാറുള്ളത്. 3 ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ ആ 3 ഭാഗങ്ങളായിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. വളരെ എളുപ്പമാണ് ഈ പാഠം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാർക്ക് കിട്ടാനും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എത്ര മാർക്കിന് ചോദിക്കുന്നു അത്രയും മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇച്ചിരി ശ്രദ്ധയോടെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മീൻ, മീഡിയൻ ഇവ എന്താണെന്നാണ്. മാധ്യം അതേപോലെ മധ്യമം എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ശരിക്കും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പോലെ നിങ്ങൾ ശരാശരി എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ആവറേജിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പേരാണ് മീൻ. ഓക്കെ, മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇത് കേട്ടിട്ട് കണ്ടു തല്ലൊന്നും വേണ്ട. എന്താണ് മീൻ അല്ലെങ്കിൽ അതേപോലെ മാധ്യം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് നമ്പറുകളുടെ സംഖ്യകളുടെ മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഞാൻ കുറച്ച് നമ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിടാം, ഒന്ന് നോക്കുക. നമ്പറുകൾ ഇതൊക്കെയാണ്. 6, 10, 12, 8, 9, 10, 7 കുറച്ച് സംഖ്യകൾ. ഈ സംഖ്യകളുടെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ മാധ്യം കണക്കാക്കുക എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ്. ഈ നമ്പറുകളെല്ലാം എന്ത് ചെയ്യുക? കൂട്ടുക. എത്ര എണ്ണം ഉണ്ടോ ആ നമ്പറുകളെല്ലാം കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഡിവൈഡ് ചെയ്യുക. എത്ര നമ്പറുകളാണ് നമ്മൾ കൂട്ടിയത് അതിനെ നമ്മൾ ഇതിന്റെ ടോട്ടലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് മീൻ ഇസ് ഈക്വൽ ടു മീൻ അല്ലെങ്കിൽ മാധ്യം സമം ഇതെല്ലാം കൂട്ടുക. വളരെ എളുപ്പമാണ് മക്കളെ. 6 പ്ലസ് 10 പ്ലസ് 12 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 7 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 സംഖ്യകൾ ഡിവൈഡഡ് ബൈ 7. ഇനി ഇത് കൂട്ടി നോക്കുക. 6, 10, 12, 8, 9, 10, 7 കൂടി ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 62 എന്ന് കിട്ടും അല്ലെ? 62, 62 എന്ന് കിട്ടും. 62. ഈ 67നെ എത്ര നമ്പറാണ് നമ്മൾ കൂട്ടിയത്? 7 നമ്പറാണ് അല്ലെ? ആ 7 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, 62 ഡിവൈഡഡ് ബൈ 7. 62 ഡിവൈഡ് ബൈ 7 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. സോ 8.8 എന്ന് കിട്ടും. ഓക്കെ, 8.8. ഓക്കെ, അത്രയും മതി. ഓക്കെ, 8.8 ദാറ്റ് ഈസ് എ മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ എല്ലാം കൂടെ ആകെ തുക ഹരിക്കണം എണ്ണം. ഓക്കെ, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കുക ഇല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കുക എന്നൊക്കെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥമുള്ളൂ കേട്ടോ. നടുക്ക് നിൽക്കുന്ന ആളാണ്, മിഡിലിൽ നിൽക്കുന്ന ആളാണ് മീഡിയൻ. ഓക്കെ, മധ്യത്തിൽ നിൽക്കുന്ന ആളാണ് മാധ്യം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മാധ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിന് വളരെ സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കിട്ടിയിരിക്കുന്ന നമ്പറുകളെ ഒന്ന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒന്ന് അറേഞ്ച് ചെയ്യുക. അതായത് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ക്രമീകരിച്ച് വെക്കുക. ഇനിയിപ്പോ ആരോഹണം അവരോഹണം നോക്കുന്ന ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. ചേർത്ത് ഇത് വലുതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകൾ നമുക്ക് ചെറിയ സംഖ്യയിൽ നിന്ന് വലുതിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ? അങ്ങനെയെങ്കിൽ ആദ്യം വരുന്ന സംഖ്യ ആരായിരിക്കും? ആദ്യം എഴുതാൻ പറ്റുന്ന സംഖ്യ ആരായിരിക്കും? 6 അല്ലെ? അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും? 7 ആണോ? 7. അതിനുശേഷം 8. പിന്നെ എത്രയാണ്? 9 ഉണ്ട്. അതേപോലെ 10 ഉണ്ട്. 10 നോക്കണേ, 2 പ്രാവശ്യം 10 വരുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ 10 എഴുതണം. 10 അതിനുശേഷം 12. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ക്രമത്തിൽ എഴുതി അല്ലെ? ക്രമത്തിൽ എഴുതി. ഇനി മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള വഴി പറയാം. 2 കാര്യം നമുക്ക് ഓരോ കത്തി അങ്ങോട്ട് എടുക്കാം, എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നമുക്കൊന്ന് വെട്ടിക്കളയാം. ഓക്കെ, റെഡി അല്ലേ? നമുക്കൊന്ന് വെട്ടി നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വെട്ടി, 6നെ വെട്ടി,
ഇവിടെ ഞാൻ 12 വെട്ടി. ഓക്കെ, ഇവിടെ 7 വെട്ടി, 10 വെട്ടി, ഇവിടെ 8 വെട്ടി, 10 വെട്ടി. ഓക്കെ, നടുക്ക് എനിക്ക് ഒരാളെ കിട്ടിയില്ലേ? നടുക്ക് ഒരാളെ കിട്ടി. ആരാണ്? 9 നയൻ. ഓക്കെ, അവനാണ് നമ്മുടെ ആര്? മീഡിയൻ എന്ന് പറയുന്ന ആള്. ആരാണ്? മീഡിയൻ, ഇല്ലെങ്കിൽ മാധ്യം എന്ന് പറയുന്ന ആള്. മാധ്യമല്ല, മധ്യമം. മധ്യമം എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു 9. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് വെട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വേറൊരു ചോദ്യം കൂടി ചോദിക്കാം, നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യത്തിനും കൂടി പോകുന്നത് ഞാൻ അന്നേരം പറയാം. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. നമുക്ക് വേറെ കുറച്ച് നമ്പറും കൂടി എടുക്കാം. ഓക്കെ, നമുക്കൊന്ന് പ്രാക്ടീസും കൂടി ചെയ്ത് നിങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്തും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, മറ്റൊരു ചോദ്യമാണ്. വലിയ നമ്പർ ഒന്നും അല്ല കേട്ടോ, വലിയ നമ്പർ തന്നെയാണ് തരുന്നത്. 15, 12, അതേപോലെ 16, 13, 18, 20, 16, 15, 15. ഓക്കെ, കുറച്ച് നമ്പറുകൾ. ഓക്കെ, ഇതിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീനും മീഡിയനും കണ്ടുപിടിച്ച് നോക്കാം. മാധ്യവും മധ്യമവും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. ഇതിന്റെ ഒപ്പം തന്നെ സാറ് ഒന്ന് ചെയ്തു പോകാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഇവന്റെ മീൻ കണ്ടുപിടിച്ച് നോക്കാം, മാധ്യം കണ്ടുപിടിച്ച് നോക്കാം. മാധ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവനെ എല്ലാത്തിനെയും കൂട്ടാം അല്ലെ? 15 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 13 പ്ലസ് 18 പ്ലസ് 20 പ്ലസ് 16 പ്ലസ് 15 the whole divide by എത്ര എണ്ണം നമ്മൾ കൂട്ടിയേക്കുന്നത്? 1 2 3 4 5 6 7 8. 8 എണ്ണമാണ് നമ്മൾ കൂട്ടി അല്ലെ? the whole divide by 8. ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാം കൂട്ടി നോക്കല്ലേ? 15, 12, 16, 13, 18, 20, 18, 15. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? നമുക്ക് 125 കിട്ടും അല്ലെ? ആൻസർ 125 അല്ലേ? ശരി, അല്ല 125 നമുക്ക് ആൻസർ 125 കിട്ടും. Then 125 ഡിവൈഡ് ബൈ 125നെ 8 ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഹരിക്കുക. 125 ഹരിക്കണം 8. 125നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം കിട്ടുമായിരിക്കും? 5 15.62. ഓക്കെ, 15.6 അല്ലെങ്കിൽ 15.62. ഓക്കെ, ധാരാളം. സിമ്പിൾ അല്ലേ? നമുക്ക് കൂട്ടാനും ഹരിക്കാനും അറിയാമെങ്കിൽ, ഓക്കെ അല്ലേ? അഡീഷനും അതേപോലെ ഡിവിഷനും അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? മീൻ അല്ലെങ്കിൽ മാധ്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിന്റെ മീഡിയം കണ്ടുപിടിക്കാൻ അതിനെക്കാട്ടും എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 2 കയ്യിലും വാളെടുത്ത് വെട്ടി തീർത്താൽ മതി അല്ലേ? നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതിനകത്ത് പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതെന്ത് ചെയ്യണം? നമുക്ക് ഇവനെ അറേഞ്ച് ചെയ്ത് എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ആരെഴുതാം? 12 എഴുതാം അല്ലെ? 12, 13, 15 അല്ലെ? 2 പ്രാവശ്യമുണ്ട് 15 അല്ലെ? 15 2 പ്രാവശ്യമുണ്ട്. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം 15 എഴുതാം. അതിനുശേഷം 16, അതെ 16 2 വട്ടം ഉണ്ട്. അപ്പൊ 2 വട്ടം നമുക്ക് 16 എഴുതാം. then 18, 20. ഓക്കെ, എഴുതിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? വാളെടുക്കാം, വെട്ടി തുടങ്ങാം. ഓക്കെ, 1 വെട്ടി, ഇവിടെ വെട്ടി, അടുത്തവനെ വെട്ടി. പണി പാളിയില്ലോ. ഇനി നമ്മൾ 15 16 വെട്ടി കഴിഞ്ഞാൽ ആരും ഇല്ലാതാകും. അങ്ങനെ വീടിൽ ഇല്ലാണ്ടാവോ? അങ്ങനെ ഇല്ലാതാകില്ല. ഓക്കെ, അതായത് ഈവൻ നമ്പർ ഇരട്ട സംഖ്യകളാണ് വരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നടുക്ക് വരുമ്പോൾ 2 സംഖ്യ ഉണ്ടാവും. സിമ്പിൾ ആണ്. 2 സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ 2 പേരെ എന്ത് ചെയ്യുക? കൂട്ടുക. 2 പേരെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 പേരെ 2 കൊണ്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ ഇങ്ങനെ കിട്ടും: 15 പ്ലസ് 16, 15 പ്ലസ് 16 ഹോൾ ഡിവൈഡ് ബൈ 2. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിച്ചു നോക്കാം. അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും: 15 16 31/2 സമം നമുക്ക് 15.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ മീഡിയൻ. ഓക്കെ, അതാണ് മധ്യമം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സമയത്തും ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിന്റെ സേവനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പരീക്ഷയൊക്കെ മിടുക്കന്മാരായിട്ട് എഴുതാൻ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ലീഡ്സ് അക്കാദമിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടി കാണാം. ബൈ.